ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും അമ്മയുടെയും അഡ്വാൻസ് ഓണം വിഷസ്. അമ്മ എന്ന് പറയുമ്പോൾ ലേഖയുടെ സ്വന്തം അമ്മ, ഇപ്പം എൻ്റെയും അമ്മ. അപ്പോൾ 12 വീഡിയോസിൽ അമ്മ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഓണം ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനാണ്. ഐറ്റംസ് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും, കുറേ അധികം ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാറാണ്. സാമ്പാർ എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യൽ സാമ്പാർ. അത് അമ്മ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്, എൻ്റെ ഫേവറേറ്റ് ആട്ടോ. അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റും മുതൽ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കഴിക്കുന്ന ശീലം കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളുള്ള അത്യാവശ്യം തിക്കായിട്ടുള്ള സാമ്പാർ. സാമ്പാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത റേറ്റാണ് സാമ്പാർ. അപ്പോൾ ഞാൻ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ ശീലം എനിക്കുണ്ട്. എനിക്കിഷ്ടമായില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. പക്ഷേ ഞാൻ ഈ സാമ്പാർ നോക്കുമ്പോൾ പല ഭാഗത്തും പല രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുക. ഞങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പാറായിട്ട് ഒരു ബന്ധവുമില്ല. ചില ഭാഗത്താണെങ്കിൽ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടാക്കും, ചിലടത്ത് വറുത്തരച്ച സാമ്പാർ. പിന്നെ തിക്നെസ് നോക്കുകയാണെങ്കിൽ ചില ഭാഗത്തെ സാമ്പാർ നമ്മൾ ഇങ്ങനെ ചോറിൻ്റെ പുറത്ത് ഒഴിക്കുമ്പോൾ സൈഡിൽ കൂടെ ഇറങ്ങി അങ്ങ് പുറത്ത് പോകും. രസം ഒഴിക്കും പോലെ ഉണ്ടാവും. നമ്മളിങ്ങനെ ഇലയൊക്കെ ഒന്ന് പൊക്കി പിടിക്കണം പുറത്തേക്ക് പോകാതിരിക്കാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ട്രിവാൻഡ്രം സ്റ്റൈല് സാമ്പാർ ഈ ഓണത്തിൽ ഉണ്ടാക്കി നോക്കിയാൽ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു അടിപൊളി സാമ്പാറാണ്. ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയാണ് പറഞ്ഞു തരുന്നത്. അമ്മ അധികം സംസാരിക്കില്ല കേട്ടോ. ക്യാമറയുടെ മുന്നിൽ അധികം ചെയ്യില്ലാത്തവരാണ്. സജിമോനെ അങ്ങനെ ചെയ്യും, സജിമോൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അമ്മയും കൂടെ ട്രിവാൻഡ്രം സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. സോ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഞാനും അമ്മയും കൂടെ വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഇടുമ്പോൾ പറഞ്ഞ അളവ് പറഞ്ഞുതരാം. ഇത് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. കത്തിരിക്ക, ഇത് സാമ്പാർ മുളക് എന്ന് പറയും കേട്ടോ. ഇത് മത്തങ്ങ, വെള്ളരിക്ക, ചേമ്പ്, ചേന, ക്യാരറ്റ്, മല്ലിയില, മുളക്, തക്കാളി, നമ്മുടെ മുരിങ്ങക്കോല്, വെണ്ടക്ക, പടവലങ്ങ, കുമ്പളങ്ങ, ക്ലസ്റ്റർ ബീൻസ്, നമ്മുടെ അമരക്ക എന്ന് പറഞ്ഞ സാധനം, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്രയും ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും അമ്മയുടെ സാമ്പാർ ഒരു അടിപൊളി സാമ്പാറായിരിക്കും അല്ലേ. അമ്മ ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് കിച്ചണിൽ കാണാം. ഓക്കെ. അപ്പോൾ അതേ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഒരു 150 ഗ്രാമോളം പരിപ്പ്, സാമ്പാർ പരിപ്പ് എന്നാണ് പറയുക, ഇംഗ്ലീഷിൽ ടൂർ ദാൽ എന്ന് പറയും. കണ്ടല്ലോ, കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതെടുക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം അല്ലേ. 1 മണിക്കൂറിൽ ഇട്ടാൽ 1 മണിക്കൂർ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാണേ. ഞങ്ങളിത് കുക്കറിലല്ല ചെയ്യുന്നത്. വേണമെങ്കിൽ എല്ലാം കൂടെ കുക്കറിൽ അടിച്ചെടുക്കാം. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ കുക്കറിലത് ചെയ്യണം കേട്ടോ. ഇത് എന്ത് ചെയ്യണം, വേവണം? അതോ പകുതി വേണോ മൊത്തം വേണോ പറയാം? അപ്പോൾ ഇതൊരു പകുതി വേവാവണം കേട്ടോ. ഫുള്ള് വേവണ്ട, പകുതി വേവാകുമ്പോഴത്തേക്ക് ബാക്കി ഐറ്റംസ് നമുക്ക് ചേർത്ത് തുടങ്ങാം. ഓക്കെ. ഇത് പരിപ്പ് ഒരു പകുതി വന്നിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്ത് ചേർന്നത് കേട്ടോ. ഇത് നമ്മൾ ആദ്യത്തെ സെറ്റ് നമ്മൾ വെജിറ്റബിൾസ് ഇടുന്നത് അത്യാവശ്യം വേവുള്ള സാധനങ്ങളാണ്. വേവാൻ കുറച്ച് സമയം എടുക്കുന്ന സാധനമാണ്. അപ്പോൾ ആദ്യത്തെ ചേനയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേമ്പ് സാമ്പാറിലൊരു മസ്റ്റ് സാധനം കേട്ടോ. അതിൻ്റെ വീക്ക്നെസ് ആണ് ചേമ്പ്. ഇത് നമ്മുടെ ക്യാരറ്റ്, അതെ ചെറിയുള്ളി പ്ലസ് നമ്മുടെ അമരയ്ക്ക. ഇതും കുറേ സമയം എടുക്കും കേട്ടോ വേവാൻ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് വേവട്ടെ, ഒന്നും കൂടെ തിളച്ച് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ആവും. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പച്ചക്കറി ഒന്ന് നന്നായിട്ടല്ല, ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുന്നത് വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളമാണ്, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. മുരിങ്ങക്കോല്, തൊണ്ടമുളകെന്നും സാമ്പാർ മുളകെന്നൊക്കെ പറയും കേട്ടോ അതിനെ, എരിവിനുള്ള മുളക്, പടവലങ്ങ, കത്തിരിക്കയിലും വഴുതനങ്ങയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നന്നായിട്ട് വേണം അമ്മ. എത്ര സമയം വേണത്? 2-3 മിനിറ്റ് മതി. ഓക്കെ. അപ്പോൾ ഇത്രയും 2-3 മിനിറ്റ് വേവണം എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ പച്ചക്കറികളെല്ലാം ഒന്ന് വെന്തിട്ടുണ്ടേ. വെള്ളം കുറവാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം നമ്മൾ ആഡ് ചെയ്യുന്നത് 2 പച്ചക്കറികൾ ലാസ്റ്റ് എപ്പോഴും ആഡ് ചെയ്യാം. നമ്മളല്ല, അമ്മ. ഇത് ഒത്തിരി എന്തായാലും ഉടഞ്ഞു പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക, തക്കാളി അതും ഇട്ടതിന് ശേഷം ഇത് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ആദ്യം മുളക് പൊടി ഇത്ര എടുത്ത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി കേട്ടോ. ഇട്ട് കൊടുക്കുക. ഒരു 2.5 ഗ്രാം എടുത്തത് 2.5 ടേബിൾ സ്പൂൺ ആണേ. അതും ടേബിൾ സ്പൂൺ ആയിരുന്നു. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്.
ഒരു 2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നില്ല, നമുക്ക് വേണമെങ്കിൽ പച്ചക്കറി ഇടുമ്പോൾ തന്നെ ഉപ്പ് ഇടാം കേട്ടോ, അപ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ എന്തായാലും 2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നേരത്തെ കാണിക്കാത്ത സാധനമാണ് പുളി കേട്ടോ. ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്താണേ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് കഷ്ണങ്ങൾ ഉടഞ്ഞു കിട്ടണമെങ്കിൽ ഈ സമയത്ത് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. വെള്ളം കുറച്ച് കുറവാണ് ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ കുറച്ച് വെള്ളം ചൂടാകും. വെച്ചതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. തിളച്ച വെള്ളം ഒഴിക്കട്ടല്ലേ, കുറേ സമയം എടുക്കും. പിന്നെ മതിയോ അമ്മ? ഇത്ര ഒഴിക്കണോ? അമ്മ പേടിക്കണ്ട, ഉറക്കെ പറഞ്ഞു. യെസ്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കേട്ടോ. അമ്മ ഇതെല്ലാം ഓർമ്മ വരുമ്പോഴേ പറയുള്ളൂ, അതെല്ലാം ഡിലേ വരുന്നത്. എല്ലാം ഇടണം അല്ല, കുറച്ച് നമുക്ക് കടവർക്ക് വരാം. കുറച്ച് കറിവേപ്പില കേട്ടോ, അത്രയും മതി. ഇനി എത്ര സമയം വേണം അത്? 5 മിനിറ്റ് ചെറിയ തീയിൽ. അപ്പോൾ ഇതിനൊരു ചെറിയ തീയിൽ 5 മിനിറ്റ് വേണം നമ്മൾ പറയുന്നത്. അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. കണ്ടോ? ഇതൊന്നും കൂടെ വറ്റി ഒന്ന് തിക്കായി വരണം കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു പരിപാടിയുടെ ചെയ്ത് കൊടുക്കും. കുറച്ച് മല്ലിയില കേട്ടോ. മല്ലിയില ഇട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇരുന്നൊന്ന് വറ്റട്ടെ. അതേസമയം ചെറിയൊരു പരിപാടിയുടെ ബാക്കിയുണ്ട്, നമ്മുടെ കടുക് പൊട്ടിക്കൽ കേട്ടോ. കാണാം. അപ്പോൾ അത് കടുക് പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ചെറിയ പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ കണക്കാം. നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെറിയ ഉള്ളി കടുക് വെക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ചേരുവയും കൂടിയാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അടുത്തത് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടമുളകാണേ, ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഈ മുളകിലൊന്ന് ഹോളിട്ട് കൊടുക്കുകയാണെങ്കിലേ അത് പിഴിഞ്ഞൊഴിച്ച് ചോറ് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതിനകത്ത് മസാലയൊക്കെ പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകോറ ഒക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൊടുത്തിട്ട് ഭംഗിക്കട്ടാ. ഇനി കുറച്ച് സമയം നമ്മുടെ സാമ്പാർ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അമ്മ ഒഴിച്ച് നിൽക്കാം. അമ്മ പോകാൻ തുടങ്ങാം. ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതേ കുറേ പരിപാടികൾക്ക് ശേഷം നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ സാമ്പാർ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്താ തിക്കായിട്ടിരിക്കണം നോക്കി, അത് കാണിച്ചു തരാം കേട്ടോ. നിറച്ച് കഷ്ണങ്ങളുള്ള അടിപൊളി സാമ്പാർ കണ്ടോ. ഇതാണ് ഞങ്ങളുടെ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത. ലുക്കിംഗ് വെരി യമ്മി അല്ലേ? കഴിച്ചു നോക്കിയാൽ അതിലും യമ്മിയാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നും, ഈ ഓണത്തിന് ഉറപ്പായിട്ടും ഒരു ദിവസം തിരുവോണത്തിന് തന്നെ ആവണമെന്നില്ല, ഞങ്ങളുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം ടു ഓൾ.